എന്നിട്ട് ഹാരി ആ ബോവോ കൺസ്ട്രക്ടർ പൈതണോട് പറഞ്ഞു ആ പാമ്പിനോട് സോറി എന്ന്. പെട്ടെന്ന് ഹാരിയെ ഞെട്ടിച്ചുകൊണ്ട് ആ പാമ്പ് കണ്ണ് ചിമിട്ടി കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, കുഴപ്പമില്ല, എനിക്കിതൊക്കെ ശീലമായി. ആൾക്കാർ എന്നെ ഇപ്പോഴും കളിയാക്കുന്നത് എന്ന് ആ പാമ്പ് പറഞ്ഞു. ഹാരി ഞെട്ടി. ഹാരിക്ക് അറിയില്ലായിരുന്നു തനിക്ക് പാമ്പിനോട് സംസാരിക്കാൻ പറ്റുമെന്ന്. അങ്ങനെ ഹാരിയും ആ പാമ്പും കുറച്ചു നേരം സംസാരിച്ചു. ആ പാമ്പ് പറഞ്ഞു, എനിക്ക് എൻ്റെ നാടൊക്കെ കാണാൻ താല്പര്യമുണ്ട്. ആ പാമ്പ് ബ്രസീലിൽ നിന്നുള്ളതാണ്. പക്ഷെ എന്ത് പറയാൻ, അവൻ ഈ സൂവിൻ്റെ പുറത്ത് ഇതുവരെ കണ്ടിട്ടില്ല. അവൻ ജനിച്ചതും വളർന്നതെല്ലാം ഈ സൂവിലാണ്. അപ്പോൾ ഹാരിക്കും വിഷമമായി. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു നിലവിളി, ഒരു വലിയ ശബ്ദം കേട്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ ഓടിക്കൊണ്ട് അലറി വിളിച്ചുകൊണ്ട് ഡഡ്ലി വരെയാണ്. എല്ലാവരും നോക്കൂ, ആ പാമ്പ് കാണിക്കുന്നത് അടിപൊളി, അത് ഇതാ തലയിട്ടാട്ടുന്നു, അങ്ങനെ ഇരിക്കുന്നു, ചീറുന്നു, സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു ഡഡ്ലി ഓടിക്കൊണ്ടുവന്ന് ഹാരിയെ തട്ടിയിട്ടുകൊണ്ട് തട്ടി താഴെയിട്ടിട്ട് ആ പാമ്പിനെ തന്നെ നോക്കുന്നു. ഹാരിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. താഴെ വീണതിൻ്റെ വേദനയും അപമാനവും എല്ലാം കൊണ്ട് ഡഡ്ലിയെയും ആ ഗ്ലാസിനെയും തന്നെ തുറച്ചു നോക്കി. പെട്ടെന്ന് ആ ഗ്ലാസ് അവിടെ നിന്ന് മാഞ്ഞു. അമാനുഷികമായി, മാന്ത്രികമായി, മാജിക്. ആ ഡഡ്ലി പെട്ടെന്ന് തന്നെ ആ കേജിനകത്ത്, ആ പാമ്പിനെ പൂട്ടിയിട്ടിരിക്കുന്ന കേജിനകത്ത് ഡഡ്ലി വീഴുകയും ആ ഗ്ലാസ് മാഞ്ഞ തക്കത്തിൽ പെട്ടെന്ന് തന്നെ ആ പാമ്പ് ഗ്ലാസ്സിലൂടെ പുറത്തിറങ്ങി ഹാരിയോട് ഒരു താങ്ക്സും പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ പോയി. ഹാരിക്ക് അതിശയം സഹിക്കാൻ വയ്യ. ഹാരിക്കറിയാം ഇത് താനാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബലം താൻ അനുഭവിക്കുകയും ചെയ്യുമെന്ന്. അങ്കിൾ വേർണൻ്റെ ലുക്ക് കണ്ടപ്പോഴേ അറിയാം. വളരെ ദേഷ്യത്തോടെ, വളരെ ക്ഷുഭിതനായി തന്നെയാണ് അങ്കിൾ വേർണൻ ഹാരിയെ നോക്കിക്കൊണ്ടിരുന്നത്.